Welcome back to the third video of the chapter Amigo Brothers. You know that Antonio Cruz and Felix Vargas are engaged in fighting. They are in first round. Let's go to the next paragraph. Antonio's left hand was like a piston pumping jabs one right after another with seeming ease. Antonio's left hand, അന്റോണിയോയുടെ ഇടത്തെ കൈ. നമുക്കറിയാം അന്റോണിയോയും അതുപോലെ തന്നെ ഫെലിക്സ് വർഗാസും തമ്മിൽ ഫൈറ്റ് ബോക്സിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് റൗണ്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അന്റോണിയോയുടെ ലെഫ്റ്റ് ഹാൻഡ്, അന്റോണിയോയുടെ ഇടത്തെ കൈ വാസ് ലൈക്ക് എ പിസ്റ്റൺ. അതൊരു തോക്കിനെ പോലെയായിരുന്നു, ഒരു പിസ്റ്റൺ, ഒരു ഗണ്ണിനെ പോലെയായിരുന്നു. കമ്പാരിസൺ നടത്തുക അവിടെ. എങ്ങനെയുള്ള പിസ്റ്റൺ? പമ്പിങ്, അത് തൊടുത്തു വിടുന്നുണ്ട്, അല്ലെങ്കിൽ ത്രോയിങ്. പമ്പിങ് മീൻസ് ത്രോയിങ്, അത് എറിഞ്ഞു വിടുന്നുണ്ട്. ജാബ്സ്, വെടിയുണ്ടകൾ. വൺ റൈറ്റ് ആഫ്റ്റർ അനദർ. വൺ റൈറ്റ് ആഫ്റ്റർ എന്ന് മീൻസ് വൺ ബൈ വൺ, ഒന്നിന് പിന്നാലെ മറ്റൊന്നായിട്ട്, ഒന്നിന് പിറകെ മറ്റൊന്നായി തൊടുത്തുവിടുന്ന, എറിഞ്ഞുവിടുന്ന വെടിയുണ്ടകളെപ്പോലെ, അല്ലെങ്കിൽ വെടിയുണ്ടകൾ വരുന്ന ഒരു തോക്കിനെ പോലെയായിരുന്നു അന്റോണിയോയുടെ ഇടത്തെ കൈയിൽ നിന്നും വരുന്ന ഇടികൾ അല്ലെങ്കിൽ പഞ്ചുകൾ എന്നാണ് ഓദർ ഇവിടെ റൈറ്റർ കമ്പാരിസൺ നടത്തുന്നത്. എങ്ങനെയാണ്? വിത്ത് സീമിങ് ഈസ്, വെരി ക്ലിയർലി, വെരി ഈസിലി, വളരെ ഈസിയായിട്ട് ഒന്നിന് പിറകെ മറ്റൊന്നായിട്ട് വെടിയുണ്ടകൾ പാഞ്ഞു വരുന്ന ഒരു തോക്കിനെ പോലെയായിരുന്നു, ഒരു പിസ്റ്റണെ പോലെയായിരുന്നു അന്റോണിയോയുടെ ഇടത്തെ കൈയിൻ്റെ പഞ്ചസ് അല്ലെങ്കിൽ ഹിറ്റ്സ് എന്ന് പറയുന്നത്. ഫെലിക്സ് ബോബ്ഡ് ആൻഡ് വീവ്ഡ്. ഈ ബോബ്ഡ് ആൻഡ് വീവ്ഡ് നിങ്ങൾ ഇനി അങ്ങോട്ടുള്ള ഈ ഫൈറ്റിങ്ങിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു വാക്കാണ്, രണ്ട് വാക്കുകളാണ് ബോബ്ഡ് ആൻഡ് വീവ്ഡ് എന്ന് പറയുന്നത്. ആക്ച്വലി ഈ ബോബ്ഡ് ആൻഡ് വീവ്ഡ് ഇസ് എ ടൈപ്പ് ഓഫ് മൂവ്മെൻറ്റ് ക്യാൻ ബി സീൻ ഇൻ ബോക്സിങ്. അതായത് ബോക്സിങ്ങിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു തരത്തിലുള്ള മൂവ്മെൻറ്റ്സ് ആണ് എന്ത്? ബോബും വീവും. അതിൻ്റെ റിയൽ മീനിങ് എന്താണെന്ന് ചോദിച്ചാൽ എഴുതിക്കൊള്ളുക. ബോബ് മീൻസ് മൂവ് ക്വിക്ക്ലി അപ്പ് ആൻഡ് ഡൗൺ. എന്താണ്? ബോബ് മീൻസ് മൂവ് ക്വിക്ക്ലി അപ്പ് ആൻഡ് ഡൗൺ. പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുക? മൂവ് ചെയ്യുക, നീങ്ങുക. അതിനെയാണ് ബോബ് എന്ന് പറയാം. ശരിക്കും ബോക്സിങ്ങിൽ നിങ്ങളുടെ മനസ്സിൽ ഒരു ബോക്സിങ്ങിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഒരു ഇതുണ്ടാവും, നിങ്ങളുടെ മനസ്സിലൊരു ഇമാജിനേഷൻ ഉണ്ടാവും അല്ലേ? ഒരിക്കലും ഒരു ഫൈറ്റർ അല്ലെങ്കിൽ ഒരു ബോക്സർ എന്ത് ചെയ്യൂല, എന്താ പറയുക, പാസീവായി നിൽക്കില്ല, അല്ലെങ്കിൽ എന്താ പറയുക, കാമായി നിൽക്കുകയില്ല. അങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും. മനസ്സിലാവുണ്ടോ? അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ, അതായത് പഞ്ചസിൽ നിന്നും ഹിറ്റ്സിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറിക്കൊണ്ടും ഇപ്പം അതുപോലെ തന്നെ മറ്റുള്ള എതിരാളിയെ ഇടിക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ അവസരം ഇങ്ങനെ കാത്തു നിന്നുകൊണ്ടൊക്കെ ഇങ്ങനെ എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ബോബ് എന്ന് പറഞ്ഞാൽ മൂവ് ക്വിക്ക്ലി അപ്പ് ആൻഡ് ഡൗൺ, അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്ന് മൂവ് ചെയ്യണതിനെയാണ് ബോബ് എന്ന് പറയാം. അതുപോലെ തന്നെ വീവ് എന്ന് പറഞ്ഞാൽ എഴുതിക്കൊള്ളുക. മൂവ് എലോങ് ബൈ റണ്ണിങ്, ഓടിക്കൊണ്ട് മൂവ് ചെയ്യുക. ടു അവോയ്ഡ് പഞ്ചസ് അല്ലെങ്കിൽ ഹിറ്റ്സ്. പഞ്ചസുകളെ, എതിരാളി ഇടിക്കുന്ന പഞ്ചിനെ അല്ലെങ്കിൽ ഹിറ്റിനെ ഒഴിവാക്കിക്കൊണ്ട് എന്ത് ചെയ്യുക? ഓടിക്കൊണ്ട് മൂവ് ചെയ്യുക. അതിനെയാണ് വീവ് എന്ന് പറയുക. വീവ് എന്ന് പറഞ്ഞാൽ മൂവ് എലോങ് ബൈ റണ്ണിങ്. മൂവ് എലോങ്, ALONG, മൂവ് എലോങ് ബൈ റണ്ണിങ് ടു അവോയ്ഡ് പഞ്ചസ്. അതാണ് വീവ് എന്ന് പറഞ്ഞാൽ കേട്ടോ. പിന്നെ അത് നിങ്ങൾ 2, 3, 4 പ്രാവശ്യം നിങ്ങൾക്കിതിൽ കാണാൻ കഴിയും. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ മീനിങ്സ് ഞാൻ പറയുന്നു. ആക്ച്വലി ഇത് ഒരു മൂവ്മെൻറ്റ്സ് ആണ്, അതായത് ബോക്സിങ്ങിൽ നമുക്ക് കാണാൻ കഴിയുന്ന മൂവ്മെൻറ്റ്സ് ആണ്. അപ്പോൾ ഫെലിക്സ് ബോബ്ഡ് ആൻഡ് വീവ്ഡ് ആൻഡ് നെവർ സ്റ്റോപ്ഡ് ബോർഡിങ് ഇൻ. ഹി നെവർ സ്റ്റോപ്ഡ് ബോർഡിങ് ഇൻ. അവനൊരിക്കലും പാസീവായി നിന്നില്ല. അവൻ എന്ത് ചെയ്തില്ല? ബോറടിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക, പാസീവായിക്കൊണ്ടിരിക്കലും അവൻ ബോക്സ് റിങ്ങിൽ അവൻ നിന്നില്ല. അവൻ ചലിച്ചു കൊണ്ടേയിരുന്നു. അതാണ് ബോബ്ഡ് ആൻഡ് വീവ്ഡ് എന്ന് പറഞ്ഞാൽ. ഹീ ന്യൂ ദാറ്റ്. ഫെലിക്സ് മനസ്സിലാക്കി, എന്തറിയോ? He understood that at long range he was at a disadvantage. Felix understood that if he stood at a long range he was not in a good position. എന്താണ് ഫെലിക്സ് മനസ്സിലാക്കിയത്? ലോങ് റേഞ്ചിൽ നിൽക്കുകയാണെങ്കിൽ, കുറച്ച് ദൂരെ നിൽക്കുകയാണെങ്കിൽ, he was at a disadvantage. He was not in a ഗുഡ് ഇൻ ഫൈറ്റിംഗ്. ഹി വാസ് നോട്ട് ഗുഡ് ഇൻ ഫൈറ്റിംഗ്. ഫൈറ്റിങ്ങിൽ ഒരിക്കലും ഗുഡാകാൻ കഴിയില്ല, ഉഷാറാകാൻ കഴിയില്ല എന്ന് ആര് മനസ്സിലാക്കി? ഫെലിക്സ് മനസ്സിലാക്കി. ദൂരെ നിന്ന് ലോങ് റേഞ്ചിൽ, ബോക്സിംഗ് റിങ്ങിൽ ലോങ് റേഞ്ചിൽ നിന്ന് കഴിഞ്ഞാൽ അതൊരിക്കലും എന്തല്ല, ബോക്സിങ്ങിന്
പോസിറ്റീവായിട്ടൊരിക്കലും പോസിറ്റീവ് ആവുകയില്ല എന്ന് ഫെലിക്സ് മനസ്സിലാക്കി. മാത്രമല്ല, അന്റോണിയോ ഹാഡ് ടു മച്ച് റീച്ച് ഓൺ ഹിം. അന്റോണിയോ ക്യാൻ അഡ്വാൻസ്, അല്ലെങ്കിൽ അന്റോണിയോ ക്യാൻ അറ്റാക്ക് ഹിം ബൈ ടേക്കിംഗ് ടൈം. സമയം എടുത്തുകൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും? അന്റോണിയോക്ക് അറ്റാക്ക് ചെയ്യാൻ കഴിയുന്നതാണ് കേട്ടോ. അന്റോണിയോ ഹാഡ് ടു മച്ച് റീച്ച് ഓൺ ഹിം എന്ന് പറഞ്ഞാൽ അന്റോണിയോക്ക് വേണ്ടത്ര സമയം എടുത്തുകൊണ്ട് ആരറ്റാക്ക് ചെയ്യാൻ കഴിയും? ഫെലിക്സിനെ അറ്റാക്ക് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് ഇതൊക്കെ ആര് മനസ്സിലാക്കി? ഫെലിക്സ് മനസ്സിലാക്കി. ഓൺലി ബൈ കമ്മിങ് ഇൻ ക്ലോസ് കുഡ് ഫെലിക്സ് ഹോപ്പ്. അതായത് അന്റോണിയോയുടെ അടുത്തേക്ക് വന്നുകൊണ്ട് മാത്രമേ ഫെലിക്സിന് പ്രതീക്ഷിക്കാൻ കഴിയുള്ളൂ ടു അച്ചീവ്, നേടാൻ എന്ത്? ദ ഡ്രീംഡ് ഓഫ് നോക്കൗട്ട്. താൻ തലേ ദിവസം സ്വപ്നം കണ്ട ആ ഒരു നോക്കൗട്ട്, അല്ലെങ്കിൽ ആ ഒരു പരാജയപ്പെടുത്തൽ ആർക്ക് നേടിയെടുക്കാൻ കഴിയുകയുള്ളൂ? ഫെലിക്സിന് നേടിയെടുക്കാൻ കഴിയുള്ളൂ. ദൂരെ നിന്ന് കാര്യങ്ങൾ അല്ലെങ്കിൽ ദൂരെ നിന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല. അന്റോണിയോയുടെ അടുത്തേക്ക് വന്ന് അന്റോണിയോ ഇടിച്ച് പോയിൻറ്റ്സുകൾ നേടിക്കഴിഞ്ഞാൽ മാത്രമേ തലേ ദിവസം താൻ സ്വപ്നം കണ്ട ഒരു പെട്ടെന്നുള്ളൊരു നോക്കൗട്ട്, ഒരു പരാജയപ്പെടുത്തൽ അല്ലെങ്കിൽ ഒരു വിജയം നേടാൻ കഴിയുകയുള്ളൂ എന്ന് ഫെലിക്സ് ചിന്തിച്ചു. അന്റോണിയോക്ക് അറിയാം. അന്റോണിയോ മനസ്സിലാക്കി ദ ഡൈനാമൈറ്റ് ദാറ്റ് വാസ് സ്റ്റോർഡ് ഇൻ ഹിസ് അമീഗോ ബ്രദേഴ്സ് ഫിസ്റ്റ്. ഡൈനാമൈറ്റ് എന്ന് പറഞ്ഞാൽ ഹിഡൻ സ്ട്രെങ്ത് എന്നാണ്, ശക്തി എന്നാണ്, ഒളിച്ചിരിക്കുന്ന ശക്തി. അതാണ് ഡൈനാമൈറ്റ്. അന്റോണിയോക്ക് അറിയാം, അല്ലെങ്കിൽ അന്റോണിയോ അറിഞ്ഞു. ദ ഡൈനാമൈറ്റ്, ദ ഹിഡൻ സ്ട്രെങ്ത്, ദ പവർഫുൾ സ്ട്രെങ്ത് എന്ന് പറയുക, ഒളിഞ്ഞിരിക്കുന്ന ശക്തി. ദാറ്റ് വാസ് സ്റ്റോർ ചെയ്തിരിക്കുന്ന ഇൻ ഹിസ് അമീഗോ ബ്രദേഴ്സ് ഫിസ്റ്റ്, തൻ്റെ അമീഗോ ബ്രദറായിട്ടുള്ള ഫെലിക്സിൻ്റെ മുഷ്ടിയിൽ, ഫിസ്റ്റ് എന്ന് അറിയാലോ അല്ലേ, കൈ ഇങ്ങനെ ചുരുട്ടി പിടിക്കുന്നതിനെയാണ് ഫിസ്റ്റ് എന്ന് പറയാം അല്ലേ. കൈയിൻ്റെ പാമ്പ് ചുരുട്ടി പിടിക്കുന്നതിനാണ് ഫിസ്റ്റ് എന്ന് പറയാം. നമ്മൾ ബോക്സ് ചെയ്യുമ്പോൾ, നിങ്ങൾ പഞ്ച് ചെയ്യുമ്പോൾ, ബോക്സർ പഞ്ച് ചെയ്യുമ്പോൾ കൈ എങ്ങനെ പിടിക്കുക നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ, ചുരുട്ടി പിടിക്കല്ലേ, മുഷ്ടി. അപ്പോൾ അന്റോണിയോക്ക് നന്നായിട്ട് അറിഞ്ഞു എന്ത്? തൻ്റെ അമീഗോ ബ്രദറായ ഫെലിക്സിൻ്റെ മുഷ്ടിയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന, ശേഖരിച്ച് വെച്ചിരിക്കുന്ന ഹിഡൻ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഫെലിക്സിൻ്റെ ഇടിയുടെ പവർ ആർക്കറിയാം? അന്റോണിയോക്ക് അറിയാം. ഹി ഡെക്ഡ് അവൻ ഒഴിവാക്കി. ഡെക്ഡ് മീൻസ് അവോയ്ഡഡ്. ഹി ഡെക്ഡ് എ ഷോർട്ട് റൈറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലേ, ഷോർട്ട് റൈറ്റ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് പഞ്ച് ബൈ റൈറ്റ് ഹാൻഡാണ്. അതായത് റൈറ്റ് ഹാൻഡ് കൊണ്ടുള്ള പഞ്ചിനെയാണ് ഷോർട്ട് റൈറ്റ് എന്ന് പറയാം. ഹി ഡെക്ഡ് അവൻ ഒഴിവാക്കി, അല്ലെങ്കിൽ അവൻ പ്രതിരോധിച്ചു, അല്ലെങ്കിൽ ഒഴിഞ്ഞു മാറി. എ ഷോർട്ട് റൈറ്റ്, ഒരു ഷോർട്ട് റൈറ്റ് ഹാൻഡ് പഞ്ച്. ആൻഡ് മിസ്ഡ് അവന് പാഴാവുകയും ചെയ്തു. എ ലെഫ്റ്റ് ഹുക്ക് എന്ന് പറയുന്നത് ഷോർട്ട് ഹാൻഡ് ബ്ലോയിനെയാണ് ഹുക്ക് എന്ന് പറയാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് ടേമുകൾ പഞ്ചസുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഒരു ബോക്സറിൻ്റെ ഇടിയുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ടേമുകളോട് പറയുന്നുണ്ട്. നമ്മൾ പറഞ്ഞു ഷോർട്ട് റൈറ്റ് എന്ന് പറഞ്ഞു, ലെഫ്റ്റ് എന്ന് പറഞ്ഞു അല്ലേ. അതുപോലെ തന്നെ ഇവിടെ മറ്റൊരു വേർഡ് നമുക്ക് പരിചയപ്പെടാണ് ഹുക്ക് എന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് പഞ്ചിങ് യൂസ്ഡ് ഇൻ ബോക്സിങ്ങിൽ ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് പഞ്ചിനെയാണ്, ഇടിയാണെന്ന് പറയാം, ഹുക്ക് എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഹി ഡെക്റ്റ് എ ഷോർട്ട് റൈറ്റ് ആൻഡ് മിസ്ഡ് എ ലെഫ്റ്റ് ഹുക്ക്. അവൻ ഇങ്ങോട്ട് വന്ന എന്ത് ചെയ്തു? ഒരു റൈറ്റ് ഹാൻഡ് പഞ്ചിനെ ഒഴിവാക്കുകയും അങ്ങോട്ട് കൊടുത്ത ഒരു ലെഫ്റ്റ് ഹുക്ക് പറഞ്ഞാൽ ഇടത്തെ കൈ കൊണ്ട് കൊടുത്തിട്ടുള്ളൊരു പഞ്ച് പാഴാവുകയും ചെയ്തു. ഫെലിക്സ് ട്രാപ്ഡ്, ആർക്ക്? അന്റോണിയോക്ക്. ഫെലിക്സ് പിടികൂടി. ഹിം, ആരെ? അന്റോണിയോയെ. എഗെയിൻസ്റ്റ് ദ റോപ്സ്. നിങ്ങൾക്കറിയാലോ ബോക്സിംഗ് റിങ്ങിൽ ആ ഒരു കയറുണ്ടാവുമല്ലോ അല്ലേ, 4 സൈഡിലുമായിട്ട്. ഫെലിക്സ് എന്ത് ചെയ്തു? ഫെലിക്സ് ട്രാപ്ഡ് അന്റോണിയോ. ഫെലിക്സ് അന്റോണിയോയെ പിടിച്ചു നിർത്തി. എഗെയിൻസ്റ്റ് ദ റോപ്സ്, ആ കയറിൽ, ബോക്സിംഗ് റിങ്ങിൻ്റെ ആ കയറിൽ ചാരി നിർത്തി. ജസ്റ്റ് ലോങ് ഇനഫ് എന്ന് പറഞ്ഞാൽ ഇനഫ് ടൈം. എന്നിട്ട് അവന് വേണ്ടത്ര സമയം കിട്ടി ഫെലിക്സിന്. എന്തിന്? നൽകാൻ, ടു ഗിവ് സം പണിഷിങ് റൈറ്റ്സ് ആൻഡ് ലെഫ്റ്റ്സ്. വേദനിപ്പിക്കുന്ന റൈറ്റ്സ്, റൈറ്റ് ഹാൻഡ് പഞ്ചുകളും ആൻഡ് ലെഫ്റ്റ് ഹാൻഡ് പഞ്ചുകളും കൊടുക്കാൻ. എവിടെ? ടു അന്റോണിയോയുടെ ഹാർഡ് മിഡ് സെക്ഷൻ. അന്റോണിയോയുടെ ആ മിഡ് സെക്ഷൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് സ്റ്റമക്ക്, വയറിലാണ്.
അപ്പോൾ ശരിക്കും എന്ത് ചെയ്തു, ശരിക്കും ഇവിടെ ഫെലിക്സ് അന്റോണിയോക്ക് നന്നായിട്ട് പഞ്ച് കൊടുത്തു. അതായത് ബോക്സിംഗ് റിങ്ങിൻ്റെ കയറിൽ ചാരി നിർത്തിക്കൊണ്ട് എന്ത് ചെയ്തു, ഫെലിക്സ് അന്റോണിയോയുടെ മിഡ് സെക്ഷൻ, അന്റോണിയോയുടെ വയറിൽ എന്ത് ചെയ്തു, വളരെ ഹാർഡായിട്ടുള്ള, വളരെ ശക്തമായിട്ടുള്ള, പണിഷിംഗ് ആയിട്ടുള്ള റൈറ്റ് ഹാൻഡ് പഞ്ചും ലെഫ്റ്റ് ഹാൻഡ് പഞ്ചും കൊടുത്തു. അന്റോണിയോ സ്ലിപ്ഡ് അവേ. അന്റോണിയോ അങ്ങനെ നിന്ന് കൊടുക്കുമോ? ഇല്ല. ഒരു ബോക്സർ അങ്ങനെ എതിരാളിക്ക് നിന്ന് കൊടുക്കില്ല അല്ലേ, പെട്ടെന്ന് രക്ഷപ്പെടാൻ നോക്കും. അതുപോലെ തന്നെ എന്ത് ചെയ്തു, അന്റോണിയോ സ്ലിപ്ഡ് അവേ. അന്റോണിയോ തെന്നിമാറി ഫ്രം ഫെലിക്സിൽ നിന്ന്. എങ്ങനെ തെന്നിമാറിയത്? തെന്നിമാറിയ ഉടനെ തന്നെ ആ മൂമെൻറ്റിൽ തന്നെ ക്രാഷിങ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഉദ്ദേശിക്കുന്നത് പഞ്ചിങ് വൈൽ മൂവിങ് എന്നാണ്. അതായത് ഫെലിക്സിൻ്റെ കയ്യിൽ നിന്ന് തെന്നിമാറുന്ന ആ നിമിഷം തന്നെ എന്ത് ചെയ്തു, ഒരടി കൊടുത്തിട്ടാണ്, ഫെലിക്സിന് ഒരടി കൊടുത്തിട്ടാണ് അന്റോണിയോ തെന്നി മാറുന്നതാണ്. ക്രാഷിങ്, എന്താ പറയുക, പഞ്ചിങ്, ടു ലെഫ്റ്റ് ഹാൻഡ് പഞ്ച് കൊടുത്തു. ആര്? അന്റോണിയോ സ്ലിപ്ഡ് അവേ. അന്റോണിയോ തെന്നിമാറി ഫ്രം ഫെലിക്സിൽ നിന്നും തെന്നിമാറി. ക്രാഷിങ് മീൻസ് പഞ്ചിങ് വൈൽ മൂവിങ് എന്നാണ് അർത്ഥം കേട്ടോ. എന്ത് ചെയ്തു, മൂവ് ചെയ്തുകൊണ്ട് പഞ്ച് കൊടുത്തു. രണ്ട് ലെഫ്റ്റ് ഹാൻഡ് പഞ്ചുകൾ കൊടുത്തു. ടു ദ ഹെഡ് ഓഫ് ഫെലിക്സിൻ്റെ തലക്ക് കൊടുത്തു അന്റോണിയോ. വിച്ച് സെറ്റ് ഫെലിക്സസ് റൈറ്റ് ഇയർ റിങ്ങിങ്. ആ ഇടിയങ്ങട്ട് തലക്ക് ആ ഇടിയങ്ങട്ട് കിട്ടിയോടുകൂടി ഫെലിക്സിൻ്റെ റൈറ്റ് ഇയർ, വലത്തെ ചെവി എന്ത് ചെയ്തു, റിങ്ങിങ്, മൂളി എന്നർത്ഥം. അപ്പോൾ അന്റോണിയോയുടെ കയ്യിൽ നിന്ന് തലക്ക് അല്ലേ, ഹെഡിന് രണ്ട് ലെഫ്റ്റ് ഹാൻഡ് പഞ്ച് കിട്ടിയപ്പോൾ അത് എന്തിന് കാരണമായി? വിച്ച് കോസ്ഡ് ഫെലിക്സസ് റൈറ്റ് ഇയർ റിങ്ങിങ്. ഫെലിക്സിൻ്റെ വലത്തെ ചെവി മൂളിപ്പോയി എന്നർത്ഥം. ഫെലിക്സ് walked briskly back to his corner. Antonio gracefully danced his way toward his stool. Felix walked briskly. Briskly means quickly. Felix walked quickly to his corner. Antonio gracefully. Gracefully means beautifully danced his way towards his stool. Both Felix and Antonio went to their corner to take rest because the first round is over. ബോക്സിങ്ങിൻ്റെ മത്സരത്തിൻ്റെ ഫസ്റ്റ് റൗണ്ട് അവസാനിച്ചു. രണ്ട് ബോക്സേഴ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവരവരുടെ കോർണറിലേക്ക് രണ്ട് ബോക്സേഴ്സിനും എന്തുണ്ടാവും, അവരുടെ ഒരു കോർണർ ഉണ്ടാവില്ലേ, അവിടെ പോയിട്ട് സ്റ്റൂളിൽ രണ്ടാളുകളും ഇരുന്നു. ബോങ് റൗണ്ട് 2. സോ ദ റൗണ്ട് 2 began. രണ്ടാമത്തെ റൗണ്ട് ആരംഭിക്കാനുള്ള ബെല്ലടിച്ചു. ഫെലിക്സ് ഓഫ് ഹിസ് സ്റ്റൂൾ ആൻഡ് റഷ്ഡ് ടു അന്റോണിയോ ലൈക്ക് എ ബുൾ. ഇൻ ദ സെക്കൻഡ് റൗണ്ട് ഇറ്റ് വാസ് ഫെലിക്സ് ഹൂ സ്റ്റാർട്ടഡ് അറ്റാക്ക്. രണ്ടാമത്തെ റൗണ്ടിൽ ഫെലിക്സ് ആണ് അറ്റാക്ക് ആരംഭിച്ചത്. ഫെലിക്സ് വാസ് ഓഫ് ഹിസ് സ്റ്റൂൾ എന്ന് പറഞ്ഞാൽ ഫെലിക്സ് ഗോട്ട് അപ്പ് ഫ്രം ഹിസ് സ്റ്റൂൾ. ഫെലിക്സ് തൻ്റെ സ്റ്റൂളിൽ നിന്നും എഴുന്നേറ്റു. ആൻഡ് റഷ്ഡ് ആൻഡ് ഹറീഡ്, കുതിച്ചു. ടു അന്റോണിയോ ലൈക്ക് എ ബുൾ, ഒരു കാളയെപ്പോലെ അന്റോണിയോയുടെ അടുത്തേക്ക് ഇടിക്കാൻ വേണ്ടിയിട്ട് കുതിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? സെൻഡിങ്, ഗിവിങ്, നൽകിക്കൊണ്ട്, ആ കാളയെപ്പോലെ കുതിച്ചുകൊണ്ട് സെൻഡിങ് എ ഹാർഡ് റൈറ്റ്, ഗേവ് എ സ്ട്രോങ് റൈറ്റ് പഞ്ച്. ഇവിടെ റൈറ്റ് എന്ന് മാത്രമേ പറയുള്ളൂ. റൈറ്റ് എന്ന് പറഞ്ഞാൽ റൈറ്റ് കൈ കൊണ്ടുള്ള, വലത്തെ കൈ കൊണ്ടുള്ള പഞ്ച്. ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് പഞ്ച്. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ ഒരു കാളയെപ്പോലെ ഫെലിക്സ് അന്റോണിയോയുടെ നേരെ പാഞ്ഞെടുത്തു, ഓടിയെടുത്തു. എന്നിട്ട് സെൻഡിങ് എ ഹാർഡ് റൈറ്റ്, ശക്തമായ റൈറ്റ് പഞ്ച് നൽകി. ടു ഹിസ് ഹെഡ്, അന്റോണിയോയുടെ തലക്ക്. നന്നായിട്ടും കിട്ടി. അന്റോണിയോക്ക് എന്ത് സംഭവിച്ചു? അന്റോണിയോ ഹേർട്ട്, നന്നായി വേദനിച്ച അന്റോണിയോ സെൻഡ് ബാക്ക്, തിരിച്ചു നൽകി എ ബ്ലറിങ് മീൻസ് ബ്ലറിങ് ബാരാഷ് ഓഫ് ലെഫ്റ്റ്സ് ആൻഡ് റൈറ്റ്സ്. ബ്ലറിങ് എന്ന് പറഞ്ഞാൽ സ്ട്രോങ്, ശക്തമായ. ബ്ലറിങ് എന്ന് പറഞ്ഞാൽ ശക്തമായ. ബാരാഷ് എന്ന് പറഞ്ഞാൽ ബ്ലോസ്, ഇടികൾ അല്ലെങ്കിൽ പഞ്ചസ്. ഓഫ് ലെഫ്റ്റ്സ് ആൻഡ് റൈറ്റ്സ്, ലെഫ്റ്റ് ഹാൻഡ് പഞ്ചും ഇടത്തെ കൈ കൊണ്ടും വലത്തെ കൈ കൊണ്ടും ശക്തമായ ഇടിയുടെ ഒരു സീരീസ്, ഒരു സ്ട്രോങ് കണ്ടിന്യൂസ് പഞ്ചസ് എന്നൊക്കെ പറയുകയാണെങ്കിൽ. ആർക്ക്? ദാറ്റ് ഓൺലി മെൻറ്റ് ടു പെയിൻ ഫെലിക്സിനെ വേദനിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രം എന്ത് ചെയ്തു? അന്റോണിയോ തിരിച്ചു നൽകി. കാരണം അന്റോണിയോക്ക് നന്നായിട്ട് വേദനിച്ചിട്ടുണ്ട്.
തലക്ക് നന്നായിട്ട് ഇടി കിട്ടിയിട്ടുണ്ട് ആർക്ക്? അന്റോണിയോക്ക്. അപ്പോൾ ആ വേദനിച്ച് പോയ ആ ഇടിയുടെ ഇടി കൊണ്ട് എന്ത് ചെയ്തു? അന്റോണിയോക്ക് തിരിച്ചു കൊടുക്കണം. തനിക്ക് കിട്ടിയ ഇടി എങ്ങനെയെങ്കിലും ഫെലിക്സിനും തിരിച്ചു കൊടുക്കണം എന്നുള്ള ഒരു രീതിയിലാണ് ഇവിടെ ഇപ്പം എന്ത് ചെയ്യുന്നത്? അന്റോണിയോ ഇടിക്കുന്നത്. ഒന്നുകൂടി ഞാൻ വായിക്കാം. അന്റോണിയോ ഹേർട്ട്, നന്നായി വേദനിച്ചു പോയ അന്റോണിയോ സെൻഡ് ബാക്ക്, തിരിച്ചു നൽകി, എ ബ്ലറിങ് ബരാഷ് എന്ന് പറഞ്ഞാൽ എ സ്ട്രോങ് ബ്ലോ, ശക്തമായ ഇടി. ബരാഷ് എന്ന് പറഞ്ഞാൽ ഇടി കൊടുത്തു. എന്തുകൊണ്ട്? ഓഫ് ലെഫ്റ്റ്സ് ആൻഡ് റൈറ്റ്സ്, ലെഫ്റ്റ് കൈ കൊണ്ടും റൈറ്റ് ഹാൻഡ് കൊണ്ടും. എങ്ങനെയുള്ളതാണത്? ദാറ്റ് ഓൺലി മെൻറ്റ്, ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം, പെയിൻ വേദനിപ്പിക്കുക ടു ഫെലിക്സിനെ വേദനിപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രം അന്റോണിയോ തിരിച്ചു കൊടുത്തു. ഫെലിക്സ് ബോബ്ഡ് ആൻഡ് വീവ്ഡ്, നമ്മൾ നേരത്തെ പറഞ്ഞു. ഫെലിക്സ് ബോബ്ഡ് ആൻഡ് വീവ്ഡ് ഒക്കേഷണലി, ഇടയ്ക്കിടയ്ക്ക് പഞ്ചിങ് ഹിസ് 2 ഗ്ലൗസ് ടുഗദർ. എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ കണ്ടിട്ടുണ്ടാവും. അയാൾ എന്ത് ചെയ്യുന്നുണ്ട്? ഫെലിക്സ് തൻ്റെ ഗ്ലൗസുകൾ പരസ്പരം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിക്കുന്നുണ്ട്. Antonio waited for the rush that was sure to come. Antonio is waiting for the fight, for the punches from Felix. ഫെലിക്സിൽ നിന്നും വരാൻ ഉറപ്പുള്ള, തീർച്ചയുള്ള ഒരു റഷ്, ഒരു സഡൻ മൂവ്മെൻറ്റിന് വേണ്ടി കാത്തിരുന്നു ആര്? അന്റോണിയോ വെയിറ്റഡ്, അന്റോണിയോ കാത്തിരുന്നു. ഫോർ ദ റഷ് മീൻസ് സഡൻ മൂവ്മെൻറ്റ്, പെട്ടെന്നുള്ള ആ ഒരു മൂവ്മെൻറ്റ്, ചലനത്തെ. ദാറ്റ് വാസ് ഷുവർ ടു കം, തീർച്ചയായിട്ടും വരാൻ സാധ്യതയുള്ള, ഫെലിക്സിൽ നിന്നും വരാൻ സാധ്യതയുള്ള ആ ഒരു ഇടിക്ക് വേണ്ടി ഇങ്ങനെ കാത്തിരുന്നു. മീൻസ് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി, പ്രതിരോധിക്കാൻ വേണ്ടി കാത്തിരുന്നു. ഫെലിക്സ് അന്റോണിയോയുടെ അടുത്തേക്ക് വീണ്ടും ഇടിക്കാനായി വന്നു. എന്നിട്ടോ ആൻഡ് ഫെയിൻറ്റഡ് ആണെങ്കിൽ, ഫെയിൻറ്റഡ് മീൻസ് മെയ്ഡ് എ മോക്ക് അറ്റാക്ക് എന്ന ഒരു മോക്ക് അറ്റാക്ക് നടത്തി, ഒരു കളിപ്പിക്കൽ നടത്തി. എന്നതിന് പറയാം മോക്ക് അറ്റാക്ക് എന്നാണ് നമ്മൾ ഇംഗ്ലീഷ് നമ്മൾ പറയാം. ഫെയിൻറ്റഡ്, പറ്റിക്കുക. എങ്ങനെ? വിത്ത് ഹിസ് ലെഫ്റ്റ് ഷോൾഡർ. അതായത് ഫെലിക്സ് ഇടിക്കാൻ വേണ്ടിയിട്ട് അടുത്തേക്ക് വന്നു, അന്റോണിയോയുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് ഫെയിൻറ്റഡ് വിത്ത് ഹിസ് ലെഫ്റ്റ് ഷോൾഡർ, തൻ്റെ ലെഫ്റ്റ് ഷോൾഡർ കൊണ്ട് ഇങ്ങനെ മൂവ് ചെയ്തു. ലെഫ്റ്റ് ഷോൾഡർ അനക്കി. ലെഫ്റ്റ് കൈ കൊണ്ട് ഇടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇടത്തെ കൈ ഇങ്ങനെ പൊക്കി. പക്ഷേ ആൻഡ് ത്രൂ എ റൈറ്റ് ഇൻസ്റ്റഡ്, പക്ഷേ ഇടത്തെ കൈ കൊണ്ടല്ല കൊടുത്തത്, പകരം എന്ത് ചെയ്തു? ത്രൂ എ റൈറ്റ് ഇൻസ്റ്റഡ്, പകരം വലത്തെ കൈ കൊണ്ടാണ് ആരെ ഇടിച്ചത്? അന്റോണിയോയെ ഇടിച്ചത്. അതാണ് ഫെയിൻറ്റഡ് എന്ന് പറഞ്ഞാൽ. മോക്ക് അറ്റാക്ക്, പറ്റിക്കുക. അതായത് വലത്തെ കൈ കൊണ്ട് ലെഫ്റ്റ് ഷോൾഡർ കൊണ്ട് ഇടിക്കുന്നത് പോലെ ആര് കാണിച്ചു? ആദ്യം ഫെലിക്സ് കാണിച്ചു. കണ്ടോ? ഫെലിക്സ് ക്ലോസ്ഡ് ഇൻ, ഫെലിക്സ് അടുത്തേക്ക് വന്നു. ആൻഡ് ഫെയിൻറ്റഡ് വിത്ത് ഹിസ് ലെഫ്റ്റ് ഷോൾഡർ, തൻ്റെ ഇടത്തെ കൈ കൊണ്ട് ഇടിക്കുന്നത് പോലെ ഒരു മോക്ക് അറ്റാക്ക് നടത്തി, അല്ലെങ്കിൽ ഒരു പറ്റിക്കൽ നടത്തി. ഇങ്ങനെ ആംഗ്യം കാണിച്ചു. ഇടത്തെ കൈ ഇങ്ങനെ പൊക്കിയിട്ട് ഇങ്ങനെ ഇടിക്കാൻ വരുന്നത് പോലെ കാണിച്ചിട്ട് ത്രൂ എ റൈറ്റ് ഇൻസ്റ്റഡ്, എന്ത് ചെയ്തു? ഇടത്തെ കൈ കൊണ്ടാണോ ഇടിച്ചത്? അല്ല, പകരം വലത്തെ കൈ കൊണ്ടുണ്ട് പറ്റിച്ചുകൊണ്ട് എന്ത് ചെയ്തു? ഇടി കൊടുത്തു. റൈറ്റ്സ് ടു ദ ബോഡി, ലെഫ്റ്റ്സ് ടു ദ ഹെഡ്. ഇതൊക്കെ പഞ്ചസാണ് പറയുന്നത്. റൈറ്റ്സ് ടു ദ ബോഡി മീൻസ് റൈറ്റ് പഞ്ചസ് ടു ദ ബോഡി. ലെഫ്റ്റ്സ് ടു ദ ബോഡി മീൻസ് പഞ്ചസ് ബൈ ദ ലെഫ്റ്റ് ഹാൻഡ് ടു ദ ഹെഡ്. അതൊക്കെ ഇടികളാണ് പറയുന്നത് കേട്ടോ. ഹിറ്റുകളാണ് പറയുന്നത്. നൈദർ ഫൈറ്റർ വാസ് ഗിവിങ് ആൻ ഇഞ്ച്. ഒരു ഫൈറ്ററും, ഇവിടെ ഫൈറ്റേഴ്സ് ആരാ? അന്റോണിയോ ക്രൂസും ഫെലിക്സ് വെഗാസും. 2 പേരും വാസ് ഗിവിങ് ആൻ ഇഞ്ച്, ഒരു ഇഞ്ച് പോലും ഫൈറ്റിങ്ങിൻ്റെ കാര്യത്തിൽ, പെർഫോമൻസിൻ്റെ കാര്യത്തിൽ വിട്ടുകൊടുത്തില്ല. സഡൻലി, പെട്ടെന്ന്, എ ഷോർട്ട് റൈറ്റ് കോട്ട്, ഒരു ഷോർട്ട് റൈറ്റ് പറഞ്ഞല്ലോ നമ്മൾ, ഇതൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. ഷോർട്ട് റൈറ്റ് എന്താ? ഷോർട്ട് പഞ്ച്. ഷോർട്ട് റൈറ്റ് മീൻസ് ഷോർട്ട് പഞ്ച് ബൈ റൈറ്റ് ഹാൻഡ്, വലത്തെ കൈ കൊണ്ടുള്ള ഒരു ഷോർട്ട് പഞ്ച്, അടുത്ത് നിന്നുള്ളൊരു പഞ്ച്. പെട്ടെന്ന് എന്ത് ചെയ്തു? സഡൻലി, പെട്ടെന്ന്, എ ഷോർട്ട് റൈറ്റ് പഞ്ച് കോട്ട് മീൻസ് പിടികൂടി, അല്ലെങ്കിൽ അഫക്റ്റഡ്. അന്റോണിയോക്ക് കിട്ടി. സ്ക്വയർലി മീൻസ് ഫേംലി, അല്ലെങ്കിൽ സ്ട്രോങ്ലി, ശക്തിയായിട്ട് കിട്ടി. എവിടെ? ഓൺ ദ ചിൻ, താടിയലിൽ കിട്ടി. ചുരുക്കി പറഞ്ഞാൽ എന്ത് സംഭവിച്ചു? അന്റോണിയോയുടെ താടിയെല്ലിന് ഫെലിക്സ് എന്ത് ചെയ്തു? നന്നായിട്ടൊരു ഇടി കൊടുത്തു. കണ്ടോ? സഡൻലി എ ഷോർട്ട് റൈറ്റ് കോട്ട്
കോട്ട് മീൻസ് പിടികൂടി അല്ലെങ്കിൽ കിട്ടി. അന്റോണിയോക്ക് സ്ക്വയർലി ഫേമിലി ശക്തിയായിട്ട് ഓൺ ദ ചിൻ, താടിയിൽ. ഈ ഒരു താടിയെല്ലിന്, ചിൻ എന്ന് പറഞ്ഞാൽ താടിയെല്ലിന് അന്റോണിയോക്ക് ശക്തമായ അടി കിട്ടിയതോടുകൂടി ഹിസ് ലോങ് ലെഗ്സ്, അവൻ്റെ നീളമുള്ള, അന്റോണിയോയുടെ നീളമുള്ള കാലുകൾ എന്ത് ചെയ്തു? ടേൺഡ് ടു ജെല്ലി. ഹിസ് ലോങ് ലെഗ്സ്, അവൻ്റെ നീളമുള്ള കാലുകൾ ടേൺഡ് ടു ജെല്ലി മീൻസ് ജെല്ലി പോലെയായി. ജെല്ലി പോലെ മീൻസ് ഫീൽ വെരി വീക്ക് എന്നർത്ഥം. എന്താ പറയുക, അങ്ങനെ കുഴഞ്ഞു പോവുക എന്നൊക്കെ പറയില്ലേ. ജെല്ലി എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഇങ്ങനെ കുഴഞ്ഞു പോകുന്നൊരു സാധനമാണല്ലോ ജെല്ലി എന്ന് പറയും. ജെല്ലി മിഠായിയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ. അപ്പോൾ അന്റോണിയോക്ക് നന്നായിട്ട് ഫെലിക്സിൻ്റെ കയ്യിൽ നിന്ന് താടിയെല്ലിനൊരു ഇടി കിട്ടിയതോടുകൂടി ആ ഇടിയുടെ ആഘാതം കൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ശക്തി കൊണ്ട് എന്ത് ചെയ്തു? ഹിസ് ലോങ് ലെഗ്സ് ടേൺഡ് ടു ജെല്ലി. ഹിസ് ലോങ് ലെഗ്സ് ബിക്കെയിം ലൈക്ക് ജെല്ലി പോലെ അവൻ്റെ കാലുകൾ കുഴഞ്ഞുപോയി. ആൻഡ് ഹിസ് ആംസ്, അവൻ്റെ കൈകൾ എന്ത് ചെയ്തു? അന്റോണിയോയുടെ കൈകൾ ഫ്ലെയിൽഡ് ഔട്ട് എന്ന അങ്ങനെ ആടിക്കളിച്ചു, കൈകൾ ബലമില്ലാതെ. ഡെസ്പറേറ്റ്ലി, വളരെയധികം എന്താ പറയുക, പ്രതീക്ഷയില്ലാതെ. ഡെസ്പറേറ്റ്ലി മീൻസ് വിത്തൗട്ട് എനി ഹോപ്പ്, ഒരു പ്രതീക്ഷയില്ലാതെ എന്ത് ചെയ്തു? കൈകൾ ഇങ്ങനെ ആടിക്കളിച്ചു. ഇടിയുടെ ആ പവറാണ് ഉദ്ദേശിക്കുന്നത്. ഫെലിക്സ് ഗ്രണ്ടിങ് ലൈക്ക് എ ബുൾ. ഗ്രണ്ടിങ് മീൻസ് മേക്ക് എ റോർ സൗണ്ട്, മുരളുക എന്നൊക്കെയാണ്, മുരളൽ ശബ്ദമുണ്ടാക്കുക എന്ന. ഫെലിക്സ് ഗ്രണ്ടിങ് ലൈക്ക് എ ബുൾ, ഒരു കാളയെപ്പോലെ ഗ്രണ്ട് ചെയ്തുകൊണ്ട് മുരളൽ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് ഫെലിക്സ് എന്ത് ചെയ്തു? നൽകി വൈൽഡ് പഞ്ചസ് മീൻസ് സ്ട്രോങ് പഞ്ച്, ശക്തിയായിട്ടുള്ള പഞ്ചസുകൾ നൽകി അന്റോണിയോയെ. എവിടുന്ന്? ഫ്രം എവറി ഡിറക്ഷൻ, എല്ലാ ഡിറക്ഷനിൽ നിന്നും, ബോക്സിംഗ് റിങ്ങിൻ്റെ എല്ലാ ഡിറക്ഷനിൽ നിന്നും മാറി എന്ത് ചെയ്തു? വൈൽഡ് പഞ്ചസ്, അൺകൺട്രോൾഡ് പഞ്ചസ്, നിയന്ത്രിക്കാനാവാത്ത പഞ്ചസുകൾ അന്റോണിയോക്ക് നൽകി, അന്റോണിയോയുടെ ശരീരത്തിൽ കൊടുത്തു. അന്റോണിയോ ഗ്രോഗി, ബോബ്ഡ് ആൻഡ് വീവ്ഡ്. ഗ്രോഗി മീൻസ് ടയേർഡ്, ക്ഷീണിതനായ അന്റോണിയോ എന്ത് ചെയ്തു? ബോബ്ഡ് ആൻഡ് വീവ്ഡ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ബോബ്ഡ് ആൻഡ് വീവ്ഡ്. അന്റോണിയോ ചലിക്കുകയും ബോക്സിംഗ് റിങ്ങിലൂടെ ഓടുകയും ചെയ്തു, മൂവ് ചെയ്യുകയും ചെയ്തു. അന്റോണിയോ ഗ്രോഗി മീൻസ് ടയേർഡ്, ക്ഷീണിതനായ. അടി കിട്ടിയ ഫെലിക്സിൻ്റെ കയ്യിൽ നിന്നും ഒരുപാട് പഞ്ചസുകൾ കിട്ടിയ ക്ഷീണിതനായ അന്റോണിയോ ബോബ്ഡ് ആൻഡ് വീവ്ഡ് ബോക്സിംഗ് റിങ്ങിലൂടെ മൂവ് ചെയ്തു. ഇവെയ്ഡിങ് മീൻസ് എങ്ങനെ മൂവ് ചെയ്തത്? ഒഴിവാക്കിക്കൊണ്ട് മോസ്റ്റ് ഓഫ് ദ ബ്ലോസ്, ഫെലിക്സിൽ നിന്നുള്ള ഒട്ടുമിക്ക ബ്ലോസ് എന്ന് പറഞ്ഞാൽ അടികൾ, മിക്ക അടികളും അല്ലെങ്കിൽ ഇടികളും ഒഴിവാക്കിക്കൊണ്ട്, പ്രതിരോധിച്ചുകൊണ്ട് ബോക്സിംഗ് റിങ്ങിലൂടെ എന്ത് ചെയ്തു? ചലിച്ചുകൊണ്ടിരുന്നു. ആര്? അന്റോണിയോ. സഡൻലി, പെട്ടെന്ന്, ഹിസ് ഹെഡ് ക്ലിയർഡ്, തലക്ക് കിട്ടിയ അടിയുണ്ടല്ലോ, അവൻ്റെ അന്റോണിയോയുടെ തല എന്തായിരുന്നു? ബോധം പോകുന്നൊരവസ്ഥയിലായിരുന്നു, അങ്ങനത്തെ ഒരു കണ്ടീഷനിലായിരുന്നു. പെട്ടെന്ന് എന്ത് ചെയ്തു? സഡൻലി, പെട്ടെന്ന് ഹിസ് ഹെഡ് ക്ലിയർഡ്, അന്റോണിയോയുടെ തല എന്ത് ചെയ്തു? സ്വബോധം തിരിച്ചു കിട്ടി. ഹിസ് ലെഫ്റ്റ് ഫ്ലാഷ്ഡ് ഔട്ട്. അന്റോണിയോക്ക് സ്വബോധം തിരിച്ചു കിട്ടിയപ്പോൾ, അല്ലെങ്കിൽ അന്റോണിയോ ഒരു നോർമൽ സെൻസിലായപ്പോൾ, ഹിസ് ലെഫ്റ്റ്, അവൻ്റെ ഇടത്തെ കൈ ഫ്ലാഷ്ഡ് ഔട്ട്, അത് ചലിച്ചു. ഹാർഡ്, വളരെ ശക്തിയായിട്ട്, അതിന് സ്ട്രെയിറ്റ്, നേരെ ചലിച്ചു എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്തു? അന്റോണിയോ ശക്തിയായി ഇടിച്ചു. ആരെ? അന്റോണിയോ ശക്തിയായി ഇടിച്ചു. ആരെ? ഫെലിക്സിനെ. എന്ത് സംഭവിച്ചു? ക്യാച്ചിങ് ഫെലിക്സ് ഓൺ ദ ബ്രിഡ്ജ് ഓഫ് ഹിസ് നോസ്. ഫെലിക്സിൻ്റെ നോസിൻ്റെ ബ്രിഡ്ജ് അല്ലെങ്കിൽ ഫെലിക്സിൻ്റെ മൂക്കിൻ്റെ പാലത്തെ തകർത്തുകൊണ്ട് ശക്തമായൊരു ഇടി അന്റോണിയോ കൊടുത്തു. In a fog, Felix heard the roaring of the crowd who seemed to have gone insane. ഓക്കെ, ഫെലിക്സിന് നന്നായിട്ട് ഒരു അടി കിട്ടി എന്നാണല്ലോ, അല്ലെങ്കിൽ ഫെലിക്സിൻ്റെ മൂക്കിൻ്റെ പാലം തകർത്തുകൊണ്ട് അന്റോണിയോ നന്നായിട്ട് ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ഒരു പഞ്ച് കൊടുത്തു എന്നാണ് നമ്മൾ തൊട്ടു മുമ്പിലെ പാരഗ്രാഫിൽ പറഞ്ഞത്. ആ അവസ്ഥ, ആ ഒരു ഇടിയോടുകൂടി ഇൻ എ ഫോഗ് ആണ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് വിത്ത് കൺഫ്യൂഷൻ എന്നാണ് ഇൻ എ ഫോഗ്. നമ്മൾ പൊന്നീച്ച പറക്കുക എന്നൊക്കെ പറയില്ലേ, നമ്മൾ കൊളോക്കലായിട്ട് നമ്മൾ പറയല്ലോ അല്ലേ, നാടൻ ഭാഷയായിട്ട്. അതുപോലെ ഒരു പ്രയോഗമാണ് ഇൻ എ ഫോഗ് എന്നാണ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് വിത്ത് കൺഫ്യൂഷൻ എന്നർത്ഥം. ഒരു കണ്ണിൽ ഇരുട്ട് മൂടുക എന്നൊക്കെ പറയില്ലേ, നമ്മൾ അടി കിട്ടിയിട്ട് ആ ഒരു അവസ്ഥ ഫെലിക്സിന് ഉണ്ടായിരുന്ന. ഇൻ എ ഫോഗ്, ഒരു മൂടൽ മഞ്ഞിൽ, തൻ്റെ കണ്ണിന് മുമ്പിലുള്ള ഒരു മൂടൽ മഞ്ഞ് പോലെ അനുഭവപ്പെട്ട ഫെലിക്സ് കേട്ടു ദ റോറിങ് ഓഫ് ദ ക്രൗഡ്, ജനക്കൂട്ടത്തിൻ്റെ റോറിങ്സ്, അലർച്ച കേട്ടു. ഹൂ അവർ സീം ടു ഹാവ് ഗോൺ,
ആ ജനക്കൂട്ടം മാറിയതായിട്ട് അവന് തോന്നി. ഇൻസെയിൻ മീൻസ് ക്രേസി, വളരെയധികം ക്രേസി ആയിട്ട്, ഭ്രാന്തന്മാരെ പോലെ ആയിട്ട് ജനക്കൂട്ടം മാറിയതായിട്ട് അവൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു തോന്നലുണ്ടായി. കാരണം കാണാൻ പറ്റുന്നില്ല, കണ്ണൊക്കെ ഒരു മഞ്ഞു മൂടിയ അവസ്ഥയിലാണ് അൻ്റോണിയോയുടെ കയ്യിൽ നിന്നും ഇടികിട്ടിയത്. കാരണം ഹിസ് ഹെഡ് ക്ലിയർഡ് ടു ഹിയർ, അങ്ങനെ അവൻ്റെ ഫെലിക്സിൻ്റെ ഹെഡ് ക്ലിയറായി. ടു ഹിയർ ദ ബെൽ സൗണ്ട് കേൾക്കാൻ അറ്റ് ദ എൻഡ് ഓഫ് ദ റൗണ്ട്, രണ്ടാമത്തെ റൗണ്ട് അവസാനിക്കുന്നതിൻ്റെ ബെൽ ശബ്ദം ആര് കേട്ടു? ഫെലിക്സ് കേട്ടു. ഹിസ് ട്രെയിനർ സാറ്റ് ഹിം ഡൗൺ, അവൻ്റെ പരിശീലകൻ അവനെ ഇരുത്തി ഓൺ ദ സ്റ്റൂളിൽ കൊണ്ടുപോയിട്ട് അവൻ്റെ കോർണറിൽ ഇരുത്തി. ഇൻ ഹിസ് കോർണർ അവൻ്റെ കോർണറിൽ ആര്? അൻ്റോണിയോയുടെ കോർണറിൽ വാസ് ഡൂയിങ്, അൻ്റോണിയോ ചെയ്യുന്നുണ്ടായിരുന്നു. വാട്ട് ഓൾ ഫൈറ്റേഴ്സ് ഡു, എന്താണോ എല്ലാ ഫൈറ്റേഴ്സും ചെയ്യുന്നത്. എപ്പോൾ? വെൻ ദേ ആർ ഹേർട്ട്, അവർക്ക് വേദനിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ മുറിവേൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഫൈറ്റിങ്ങിൽ, ബോക്സിങ്ങിൽ വേദനിക്കുന്ന സമയത്ത്, മുറിവേൽക്കുന്ന സമയത്ത് എന്താണോ എല്ലാ ഫൈറ്റേഴ്സും ചെയ്യുന്നത് അത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആര്? അൻ്റോണിയോ. ദ സിറ്റ്, അവർ ഇരുന്നു കൊണ്ട്, ആൻഡ് സ്മൈൽ അറ്റ് എവരി വൺ, അവരുടെ കോർണറിൽ, രണ്ടുപേരും അവരുടെ കോർണറിൽ ഇരുന്നു കൊണ്ട് ഓഡിയൻസിനെ നോക്കിയിട്ട് എല്ലാ ആളുകളോടും അവരിങ്ങനെ പുഞ്ചിരിക്കുന്നു. ദ റഫറി സിഗ്നൽഡ് ദ റിംഗ് ഡോക്ടർ, നമ്മുടെ റഫറി എന്ത് ചെയ്തു അറിയോ? റിംഗ് ഡോക്ടറോട് സിഗ്നൽ നൽകി, അല്ലെങ്കിൽ റിംഗ് ഡോക്ടറോട് അറിയിച്ചു. ടു ചെക്ക് ദ ഫൈറ്റേഴ്സ് ഔട്ട്, രണ്ട് ഫൈറ്റേഴ്സിനെയും ഒന്ന് ഫിസിക്കലായിട്ടൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി, പരിശോധിക്കാൻ വേണ്ടി പറഞ്ഞു. ഹി ഡിഡ് സോ, എന്ത് ചെയ്തു? റിംഗ് ഡോക്ടർ ചെക്ക് ചെയ്തു. ആൻഡ് ദെൻ ഗെയ്വ് ഹിസ് ഓക്കെ, അദ്ദേഹം ഓക്കെ എന്ന് പറഞ്ഞു. മീൻസ് ബോത്ത് ആർ ഫിസിക്കലി ഓക്കെ, രണ്ടുപേരും അൻ്റോണിയോ ക്രൂസും ഫെലിക്സ് വെർഗാസും ശാരീരികമായിട്ട് ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല എന്ന് ആര് സർട്ടിഫൈ ചെയ്തു? റിംഗ് ഡോക്ടർ. ദ കോൾഡ് വാട്ടർ സ്പഞ്ചസ് എന്നാണ് വായിക്കട്ടോ, സ്പോഞ്ച് എന്നല്ല വായിക്കുക. ദ കോൾഡ് വാട്ടർ സ്പഞ്ചസ്, തണുത്ത വെള്ളത്തിൽ മുക്കിയ സ്പഞ്ചുകൾ. ബ്രോട്ട്, അത് കൊണ്ടുവന്നു. ക്ലാരിറ്റി, ഒരു ഉന്മേഷം കൊണ്ടുവന്നു. ടു ബോത്ത് അമീഗോ ബ്രദേഴ്സ്. അങ്ങനെ രണ്ടുപേരുടെയും 2 റൗണ്ട് ഇപ്പോൾ കഴിഞ്ഞു. 2 റൗണ്ട് കൊണ്ടും ഒരു വിജയെ തീരുമാനിക്കാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. 2 റൗണ്ടിലും രണ്ടാളുകളും ദേ ഷോഡ് ഈക്വൽ പെർഫോമൻസ്, ഒരേ പെർഫോമൻസാണ് അവർ രണ്ടുപേരും കാഴ്ചവെച്ചത്. അപ്പോൾ അവർ രണ്ടുപേരും ശരീരം ചൂടായി നിൽക്കുകയാണ്. അപ്പോൾ തണുത്ത വെള്ളത്തിൽ മുക്കിയ സ്പഞ്ചുകൾ എന്ത് ചെയ്തു? അവരുടെ ഒരു ക്ലാരിറ്റി അവർക്ക് നൽകി. മീൻസ് അവരുടെ മനസ്സിനും അവരുടെ ശരീരത്തിനൊക്കെ ഒരു ക്ലാരിറ്റി, അല്ലെങ്കിൽ ഒരു ഒരു റിലാക്സേഷൻ അവർക്ക് കിട്ടി. ദേ വർ റബ്ഡ്, ആ തണുത്ത വെള്ളത്തിൽ മുക്കിയ സ്പഞ്ചുകളെ കൊണ്ട് എന്ത് ചെയ്തു? ദേ വർ റബ്ഡ്, അവരുടെ ശരീരത്തിൽ തുടച്ചു. അൻറ്റിൽ ദ സർക്കുലേഷൻ റാൻ ഫ്രീ, അവരുടെ ബ്ലഡ് സർക്കുലേഷൻ വളരെ സ്വതന്ത്രമായി ഒഴുകുന്നത് വരെ എന്ത് ചെയ്തു? അവരുടെ ശരീരത്തിൽ ഇങ്ങനെ ആ വെള്ളത്തിൽ മുക്കിയ സ്പഞ്ചുകൾ ഇങ്ങനെ കൊണ്ട് റബ്ബ് ചെയ്തു. ബോങ് റൗണ്ട് 3. So the round 3, the final round of the match started. ബോക്സിംഗ് മാച്ചിൻ്റെ ഫൈനൽ റൗണ്ട് ആരംഭിച്ചു. The final round, up to now, till this match, till this round, ഈ റൗണ്ട് വരെ, അതായത് ഈ 2 റൗണ്ട് വരെ, it had been ടിക് ടാക് ടു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഈക്വൽ പെർഫോമൻസ് എന്നാണ് അർത്ഥം. ടിക് ടാക് ടു, pretty means clearly, വ്യക്തമായിട്ടും. മച്ച് ഈവൻ മീൻസ് ലെവൽ, ഈക്വലായിരുന്നു. അപ്പോൾ ടിക് ടാക് ടു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ദേ ടേൺഡ്, ആക്ച്വലി ദാറ്റ് മീൻസ് ദേ ടേൺഡ് പുട്ടിങ് സർക്കിൾസ് ആൻഡ് ക്രോസസ് എന്നൊക്കെയാണ്. പക്ഷേ ഇവിടെ ഉദ്ദേശിക്കുന്നത് ടിക് ടാക് മീൻസ് ഈക്വൽ പെർഫോമൻസ്, ഇഞ്ച് ബൈ ഇഞ്ച്, ഓക്കെ, ഒരേ പെർഫോമൻസ് എന്നർത്ഥം. അപ്പോൾ ഈ ആദ്യത്തെ 2 റൗണ്ടുകളിലും ആരാണ് വിജയി എന്ന് തീരുമാനിക്കാൻ കഴിഞ്ഞില്ല. കാരണം ബോത്ത് ഓഫ് ദം മെയ്ഡ് ഈക്വൽ പെർഫോമൻസ് ഫോർ ദ 2 റൗണ്ട്സ്. ഇൻ 2 റൗണ്ട്സ്, 2 റൗണ്ടിലും ഈക്വൽ പെർഫോമൻസ് ആണ് അവർ കാഴ്ചവെച്ചത്. ബട്ട് എവ്രി വൺ ന്യൂ, പക്ഷേ എല്ലാ ആളുകൾക്കും അറിയാം ഇതിൽ ഡ്രോ ഇല്ല. എവ്രി വൺ ന്യൂ, എല്ലാ ആളുകൾക്കും അറിയാം. ദർ കുഡ് ബി നോ ഡ്രോ, ഇതിൽ സമനിലയില്ല. ആൻഡ് ദാറ്റ് ദിസ് റൗണ്ട്, അതുകൊണ്ട് തന്നെ ആദ്യത്തെ 2 റൗണ്ടിൽ വിജയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ദിസ് റൗണ്ട്, അതായത് ദിസ് ഫൈനൽ റൗണ്ട്, ഈ അവസാനത്തെ റൗണ്ട് വുഡ് ഡിസൈഡ് ദ വിന്നർ, ആരെ കണ്ടെത്തും? വിജയെ തീരുമാനിക്കുമെന്ന് ഓഡിയൻസ് ചിന്തിച്ചു. കാരണം ഈ ഒരു മത്സരത്തിൽ എന്തില്ല? ദർ ഇസ് നോ ഡ്രോ, സമനിലയില്ല, ഒരാൾക്ക് വിജയിച്ചേ മതിയാകൂ. ദിസ് ടൈം, ഈ സമയം, അതായത് തേർഡ് റൗണ്ടിൽ, ഫൈനൽ റൗണ്ടിൽ, ദിസ് ടൈം ടു ഫെലിക്സ് സർപ്രൈസിങ് ഫെലിക്സ് ഇൻ ദ ഫൈനൽ റൗണ്ട്, ഇറ്റ് വാസ് അൻ്റോണിയോ ഹു കെയിം ഔട്ട് ഫാസ്റ്റ്. സോ ഇൻ ദ തേർഡ് റൗണ്ട്, ഇൻ ദ തേർഡ് റൗണ്ട്, അൻ്റോണിയോ സ്റ്റാർട്ടഡ് അറ്റാക്കിങ്.
അന്റോണിയോ ആണ് എന്ത് ചെയ്തത്, ഫെലിക്സിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അന്റോണിയോ ആണ് എന്ത് ചെയ്തത്, ആക്രമണം ഇടി തുടർന്നത് അല്ലെങ്കിൽ ആക്രമണം ആരംഭിച്ചത്. ദിസ് ടൈം ഈ പ്രാവശ്യം ടു ഫെലിക്സ് സർപ്രൈസ്, ഫെലിക്സിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇറ്റ് വാസ് അന്റോണിയോ എന്ത് ചെയ്തു, ഹു കെയിം ഔട്ട് ഫാസ്റ്റ്, ഓടിയെടുത്തു, വേഗത്തിൽ ഓടി വന്നു, ചാർജിങ് അഡ്വാൻസിങ് അക്രോസ് ദ റിങ്ങിലൂടെ അഡ്വാൻസ് ചെയ്തുകൊണ്ട് ഫെലിക്സ് നേരെ ഓടിയെടുത്തു. ഫെലിക്സ് ബ്രേസ്ഡ് ഹിംസെൽഫ്, അന്റോണിയോയുടെ വരവ് കണ്ടപ്പോൾ എന്ത് ചെയ്തു അറിയോ, ഫെലിക്സ് ബ്രേസ്ഡ് ഹിംസെൽഫ്, ഫെലിക്സ് പ്രിപ്പയർഡ് ഹിംസെൽഫ്, ഇടിക്കാനായി പ്രതിരോധിക്കാൻ വേണ്ടി സ്വയം തയ്യാറായി. ബ്രേസ്ഡ് ഹിംസെൽഫ് പറഞ്ഞാൽ സ്വയം തയ്യാറായി, പ്രതിരോധിക്കാൻ വേണ്ടി പാഞ്ഞു വരുന്ന ഓടി വരുന്ന അന്റോണിയോയെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് സ്വയം തയ്യാറായി. പക്ഷേ കുഡിൻറ്റ് വാർഡ് ഓഫ് മീൻസ് ടേൺ അസൈഡ്, മാറാൻ കഴിഞ്ഞില്ല. അന്റോണിയോയുടെ ആ ആക്രമണത്തിൽ നിന്നും ഫെലിക്സിന് പെട്ടെന്ന് മാറിക്കളയാൻ കഴിഞ്ഞില്ല, കണ്ടോ. പക്ഷേ കുഡിൻറ്റ് മൂവ് അസൈഡ് അല്ലെങ്കിൽ ടേൺ അസൈഡ്, ഫെലിക്സിന് മാറിക്കളയാൻ കഴിഞ്ഞില്ല. ദ ബരാജ് ഓഫ് പഞ്ചസ്, ദ ഫ്ലോ ഓഫ് പഞ്ചസ്, അന്റോണിയുടെ ഇടിയുടെ ആ ഒരു സീരീസിൽ നിന്നും അല്ലെങ്കിൽ ആ ഒരു ഒഴുക്കിൽ നിന്നും ആർക്ക് മാറിക്കളയാൻ കഴിഞ്ഞില്ല, ഫെലിക്സിന് മാറിക്കളയാൻ കഴിഞ്ഞില്ല, ഡിഫെൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഫെലിക്സ് ടാപ്ഡ് ഹിസ് ഗ്ലൗസ്, ഫെലിക്സ് തൻ്റെ ഗ്ലൗസിനെ പരസ്പരം ടച്ച് ചെയ്തു. ആൻഡ് കമൻസ്ഡ് എന്നാൽ ബിഗാൻ, ആരംഭിച്ചു, ഹിസ് അറ്റാക്ക്, അവൻ്റെ ആക്രമണം, എനിയു എഗെയിൻ, വീണ്ടും ആരംഭിച്ചു. എനിയു പറഞ്ഞാൽ എഗെയിൻ, വീണ്ടും ആരംഭിച്ചു. അന്റോണിയോ ഈ സമയം അതൊന്നും അന്റോണിയോ മൈൻഡ് ചെയ്തില്ല. അന്റോണിയോ ത്രോയിങ് ബോക്സേഴ്സ് കോഷൻ ടു ദ വിൻസ്, ഒരു ബോക്സറുടെ എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് ജംപ്ഡ് ഇൻ ടു മീറ്റ് ഹിം, ഫെലിക്സിൻ്റെ മുകളിലേക്ക് ചാടി വീണു. ബോത്ത് രണ്ടാളുകളും പൗണ്ടഡ് അവേ മീൻസ് ടു ഹിറ്റ് ഈച്ച് അതർ, പരസ്പരം ശക്തിയായി കൊണ്ടെന്ത് ചെയ്തു, രണ്ടാളുകളും ബോക്സിംഗ് റിങ്ങിൽ നിന്ന് ഇടിക്കാൻ തുടങ്ങി. neither gave an inch and neither fell to the canvas. Both Antonio Cruz and Felix Vargas were not ready to lose the match. They were not ready to stop. ഒരാളും അന്റോണിയോ ക്രൂസോ ഫെലിക്സ് വർഗാസോ ഒരു ഇഞ്ച് പോലും വിട്ടുകൊടുത്തില്ല. ഒരാളും ക്യാൻവാസിലേക്ക് ഫ്ലോറിലേക്ക് വീണില്ല. ദേ ഫോട്ട് 2-2. ദേ ഫോട്ട് ഈക്വലി. അവർ ഒരുപോലെയാണ് അവരെന്ത് ചെയ്തത്, പോരാടിയത്. The sounds of their blows were loud in contrast. The sounds of their punches or hits, അവരുടെ ഇടിയുടെ ശബ്ദങ്ങൾ were loud, ഉച്ചത്തിൽ കേട്ടു. In contrast, വിപരീതമായിക്കൊണ്ട് to the silence, നിശബ്ദതയ്ക്ക് വിപരീതമായിക്കൊണ്ട്. ആരുടെ? of a crowd, ജനക്കൂട്ടത്തിൻ്റെ. gone completely mute, they have become silent. ആ ജനക്കൂട്ടം പൂർണ്ണമായിട്ടും നിശബ്ദരായിട്ടുണ്ട്. The referee was stunned. The referee was shocked. Even the referee was shocked by seeing their savagery. Savagery means brutal behavior or uncontrolled character. അവരുടെ അനിയന്ത്രിതമായിട്ടുള്ള അതുപോലെ തന്നെ ബ്രൂട്ടലായിട്ടുള്ള ബിഹേവിയർ, പെരുമാറ്റം കണ്ടിട്ട് റഫറി പോലും ഞെട്ടിപ്പോയി. ബ്രൂട്ടൽ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ അൺകൺട്രോൾഡ് ആയിട്ടുള്ള പെരുമാറ്റം, നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു പെരുമാറ്റം. അത് കണ്ടിട്ട് റഫറി പോലും ഞെട്ടിപ്പോയി. ബോങ് ബോങ് ബോങ്, ദ ബെൽ സൗണ്ടഡ് ഓവർ ആൻഡ് ഓവർ അഗെയിൻ. ദ ബെൽ സൗണ്ടഡ് ഓവർ ആൻഡ് ഓവർ അഗെയിൻ ടു സ്റ്റോപ്പ് ദ മാച്ച്, ടു സ്റ്റോപ്പ് ദ ഫൈറ്റിംഗ്, ബിക്കോസ് ഇറ്റ് വാസ് ദ എൻഡിങ് ഓഫ് ദ ഫൈനൽ റൗണ്ട് അവസാനിക്കാനുള്ള ബെല്ല് പോലും അടിച്ചു. പക്ഷേ ഫെലിക്സ് ആൻഡ് അന്റോണിയോ വർ പാസ്റ്റ് ടു ഹിയറിംഗ്. ഫെലിക്സ് ആൻഡ് അന്റോണിയോ വർ ബിയോണ്ട് ഹിയറിംഗ്. ദേ ഡിഡ് നോട്ട് hear even the sound of the bell. ബെല്ലിൻ്റെ ശബ്ദം പോലും അവർ കേട്ടില്ല. their blows, അവരുടെ ഇടികൾ continued, തുടർന്നുകൊണ്ടിരുന്നു. to pound on, എന്തിന്? to strike heavily, ശക്തമായി ഇടിച്ചുകൊണ്ട് തന്നെ, ശക്തമായി പരസ്പരം ഇടിച്ചുകൊണ്ട് അവരുടെ ഫൈറ്റിംഗ് തുടർന്നു. ഈച്ച് അതർ, പരസ്പരം ഏതുപോലെ? ലൈക്ക് ഹെയിൽ സ്റ്റോൺ പെയ്യുന്നത് പോലെ. വാട്ട്സ് ഹെയിൽ സ്റ്റോൺ? സ്മോൾ ബോൾ ഓഫ് ഐസ് ദാറ്റ് ഫോൾസ് ലൈക്ക് റെയിൻ എന്നാണ്. മഴ പോലെ പെയ്യുന്ന ഐസിൻ്റെ കഷ്ണം. നമ്മൾ ആലിപ്പഴം വീഴുക എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതുപോലെ. അപ്പോൾ ഹെയിൽ സ്റ്റോൺ വീഴുന്നത് പോലെ അവിടെ ഇടി തുടർന്നു കൊണ്ടിരുന്നു. ഫൈനലി, അവസാനം, ദ റഫറി ആൻഡ് ദ 2 ട്രെയിനേഴ്സ്, അന്റോണിയോ ക്രൂസിൻ്റെയും ഫെലിക്സ് വർഗാസിൻ്റെയും 2 ട്രെയിനേഴ്സും റഫറിയൊക്കെ കൂടിയിട്ട് പ്രൈഡ് പിടിച്ചു മാറ്റി. ഫെലിക്സ് ആൻഡ് അന്റോണിയോ അപ്പാർട്ട്, ഫെലിക്സിനെയും അന്റോണിയും ദൂരേക്ക് പിടിച്ചു മാറ്റി.
കോൾഡ് വാട്ടർ വാസ് പോർഡ് ഓവർ ദം. തണുത്ത വെള്ളം അവരുടെ ശരീരത്തിലേക്ക് ഒഴിച്ചു. ടു ബ്രിങ് ദം ബാക്ക് ടു ദെയർ സെൻസസ്, അവരുടെ നോർമലായ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ദേ ലുക്ക്ഡ് അറൗണ്ട്, പക്ഷേ അവർ വീണ്ടും ചുറ്റും നോക്കി. ആൻഡ് ദെൻ റഷ്ഡ് ടുവേർഡ്സ് ഈച്ച് അതർ, വീണ്ടും ഇടിക്കാൻ വേണ്ടിയിട്ട് അവർ പരസ്പരം മുന്നോട്ടെടുത്തു. എ ക്രൈ ഓഫ് അലാം സർജ്ഡ് ത്രൂ ടോംസ്കിൻ സ്ക്വയർ പാർക്ക്. ഇതൊക്കെ കണ്ടപ്പോൾ, ഈ ഒരു ഫൈറ്റ് കണ്ടപ്പോൾ, ദ ബ്രൂട്ടൽ വെൻ ദ ഓഡിയൻസ് വാച്ച്ഡ് ദ ബ്രൂട്ടൽ ഫൈറ്റിംഗ് ഓഫ് അമീഗോ ബ്രദേഴ്സ്, ദേ വർ അഫ്രൈഡ്. അമീഗോ ബ്രദേഴ്സിൻ്റെ ബ്രൂട്ടലായിട്ടുള്ള ഈ ഒരു ഫൈറ്റിംഗ് കണ്ടപ്പോൾ ത്രില്ലിന് പകരം പേടിയാണുണ്ടായത്. അതാണ് എ ക്രൈ ഓഫ് അലാം, ഒരു ഭയത്തിൻ്റെ ഒരു ആശങ്ക, കരച്ചിൽ. എ ക്യൂരിയോസിറ്റി ഓഫ് ഫിയർ, അലാം മീൻസ് ഭയം, ഒരു ഭയത്തിൻ്റെ ഒരു ആശങ്ക. സർജ്ഡ് ത്രൂ മീൻസ് ഫിൽഡ്, നിറഞ്ഞു. ടോംസ്കിൻ സ്ക്വയർ പാർക്ക്, എവിടെ? ത്രൂ ടോംസ്കിൻ സ്ക്വയർ പാർക്കിൽ നിറഞ്ഞു. The audience mind was filled with a fear when they saw the brutal behavior of Antonio Cruz and Felix Vargas. അന്റോണിയോ ക്രൂസിൻ്റെയും ഫെലിക്സ് വർഗാസിൻ്റെയും എന്താ പറയുക, ഈ അനിയന്ത്രിതമായിട്ടുള്ള ബോക്സിങ്ങിൻ്റെ നിയമങ്ങളൊക്കെ അവഗണിച്ചുകൊണ്ടുള്ള ഫൈറ്റിംഗ് കണ്ടപ്പോൾ ശരിക്കും അവർ പേടിച്ചു. വാസ് ദിസ് എ ഫൈറ്റ് ടു ദ ഡെത്ത് ഇൻസ്റ്റെഡ് ഓഫ് എ ബോക്സിംഗ് മാച്ച്? ബോക്സിംഗ് മാച്ചിന് പകരം ഇത് മരണത്തിലേക്കുള്ളൊരു പോരാട്ടമാണോ എന്ന് വരെ ആളുകൾ ചിന്തിച്ചു. പക്ഷേ എന്താ പറയുക, അപ്രതീക്ഷിതമായിക്കൊണ്ട്, ഷോക്കിംഗ് ദ ഓഡിയൻസിനെ ഞെട്ടിപ്പിച്ചുകൊണ്ട്, ദ ഫിയർ സൂൺ ഗേവ് വേ. സിൽവർ ബാട്ടോ, ഗേവ് വേ മീൻസ് ടേൺഡ് ഓർ ചേഞ്ച്ഡ്. ആളുകളുടെ മനസ്സിലെ ഭയം പെട്ടെന്ന് വഴിമാറി, അല്ലെങ്കിൽ പെട്ടെന്ന് ചേഞ്ചായി. എന്തിലേക്ക്? ടു വേവ് അപ്പോൺ വേവ് ഓഫ് ചിയറിങ്, ടു ദ ക്ലാപ്പിംഗ് ഓഫ് ഹാപ്പിനെസ്. സന്തോഷത്തിൻ്റെ അലയടിയിലേക്ക്, സന്തോഷത്തിൻ്റെ കയ്യടികളിലേക്ക് മാറി. ആസ് ദ ടു അമീഗോസ് എംബ്രേസ്ഡ്. എപ്പോൾ? വെൻ ദ ടു അമീഗോസ് ഹഗ്ഡ്. എല്ലാം മറന്നുകൊണ്ട് രണ്ട് അമീഗോസും പരസ്പരം കെട്ടിപ്പിടിച്ചപ്പോൾ, ശക്തമായ പോരാട്ടത്തിന് ശേഷം രണ്ട് അമീഗോസും പരസ്പരം കെട്ടിപ്പിടിച്ചപ്പോൾ ആളുകളുടെ മനസ്സിലെ ഭയമൊക്കെ എന്ത് ചെയ്തു? കയ്യടിയുടെ അല്ലെങ്കിൽ സന്തോഷത്തിൻ്റെ അലയടിയിലേക്ക് വഴിമാറി. നോ മാറ്റർ വാട്ട് ദ ഡിസിഷൻ, ദേ ന്യൂ ദേ വുഡ് ഓൾവേസ് ബി ചാമ്പ്യൻസ് ടു ഈച്ച് അതർ. They didn't bother about the winner. They didn't bother about the championship. They gave prime importance to their friendship. They knew each other. They are always champions. നോക്കൂ, നോ മാറ്റർ വാട്ട് ദ ഡിസിഷൻ എന്ത് തന്നെയാണെങ്കിലും, ഈ മത്സരത്തിൻ്റെ റിസൾട്ട് എന്ത് തന്നെയാണെങ്കിലും, ദേ ഡിഡിൻറ്റ് ബോദർ അബൌട്ട് ഇറ്റ്, അവർ കാര്യമാക്കിയതേ ഇല്ല. നോ മാറ്റർ വാട്ട് ദ ഡിസിഷൻ, ഈ തീരുമാനം എന്ത് തന്നെയാണെങ്കിലും അവർ കാര്യമാക്കിയില്ല. ദേ ന്യൂ, അവർക്കറിയാം. ദേ വുഡ് ഓൾവേസ് ബി ചാമ്പ്യൻസ് ടു ഈച്ച് അതർ, അവർ പരസ്പരം രണ്ടുപേരും എന്താണ്? ചാമ്പ്യന്മാരാണ് എന്നവർക്കറിയാം. ബോങ് ബോങ് ബോങ്, വീണ്ടും ബെല്ലിൻ്റെ ശബ്ദം വന്നു. അനൗൺസർ വീണ്ടും അവിടേക്കെത്തി. ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ, അനൗൺസർ അനൗൺസ് ചെയ്യാൻ തുടങ്ങി. എന്താണ് അനൗൺസ് ചെയ്യാൻ പോകുന്നത്? ദ വിന്നർ ആൻഡ് ദ റെപ്രസെൻറ്റേറ്റീവ് ടു ദ ഗോൾഡൻ ഗ്ലൗസ് ടൂർണമെൻറ്റ് ഓഫ് ചാമ്പ്യൻസ് ഈസിലെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു. അതായത് ഈ ഡിവിഷൻ ഫൈനലിലെ വിജയ് എന്ത് ചെയ്യും? വിൽ അറ്റൻഡ് ഗോൾഡൻ ഗ്ലൗസ് ചാമ്പ്യൻഷിപ്പ് ടൂർണമെൻറ്റ് റെപ്രസെൻറ്റിംഗ് ബോയ്സ് ക്ലബിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഗോൾഡൻ ഗ്ലൗസ് ചാമ്പ്യൻഷിപ്പ് ടൂർണമെൻറ്റിൽ പങ്കെടുക്കുമെന്ന് പറഞ്ഞപ്പോൾ അനൗൺസർ ഇങ്ങനെ പറയാം, ഈ ഒരു മത്സരത്തിലെ വിജയ്, ദ വിന്നർ ആൻഡ് ദ റെപ്രസെൻറ്റേറ്റീവ്, പ്രതിനിധിയും ടു ദ ഗോൾഡൻ ഗ്ലൗസ് ടൂർണമെൻറ്റ് ഓഫ് ചാമ്പ്യൻസ്. ഗോൾഡൻ ഗ്ലൗസ് ടൂർണമെൻറ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ പ്രതിനിധിയും ഈ മത്സരത്തിലെ വിജയുമാണ്, അല്ലെങ്കിൽ വിജയും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അനൗൺസർ എന്ത് ചെയ്യാൻ നോക്കുകയാണ്? ദ അനൗൺസർ തിരിഞ്ഞു ടു പോയിൻ്റ്, ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി. ബോക്സിംഗ് റിങ്ങിലേക്ക് മത്സരത്തിലെ അന്റോണിയോ ആണോ, അതുപോലെ തന്നെ അന്റോണിയോ ക്രൂസ് ആണോ, ഫെലിക്സ് വർഗാസ് ആണോ എന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ട് അന്റോണിയോ വിജയ്, അതിൽപ്പെട്ട അമീഗോ ബ്രദേഴ്സിൽപ്പെട്ട ഒരാളെ വിജയിയായി ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി അനൗൺസർ ബോക്സിംഗ് റിങ്ങിലേക്ക് തിരിഞ്ഞപ്പോൾ അദ്ദേഹം എന്താ കണ്ടത്? ആൻഡ് ഫൗണ്ട് ഹിംസെൽഫ് അലോൺ. അനൗൺസർ അപ്പോഴാണ് ആ കാര്യം തിരിച്ചറിഞ്ഞത്. ഹി വാസ് ഓൺലി ഇൻ ദ റിങ്. ബോക്സിംഗ് റിങ്ങിൽ അമീഗോ ബ്രദേഴ്സിൽ അന്റോണിയോ ക്രൂസും ഫെലിക്സ് വർഗാസും ഇല്ല, അനൗൺസർ മാത്രമേ ഉള്ളൂ. ആം ഇൻ ആം, കൈകൾ കോർത്തുകൊണ്ട്, കൈകൾ പിടിച്ചുകൊണ്ട് ദ ചാമ്പ്യൻസ് ഹാഡ് ഓൾറെഡി ലെഫ്റ്റ് ദ റിങ്.
ചാമ്പ്യൻസ് എന്ന് പറഞ്ഞാൽ അന്റോണിയോ ക്രൂസും ഫെലിക്സ് വെഗാസും നേരത്തെ തന്നെ ബോക്സിംഗ് വിട്ടുപോയിട്ടുണ്ടായിരുന്നു, ഉപേക്ഷിച്ച് പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ തീം ഇവിടെ നിങ്ങൾ ആലോചിക്കേണ്ടതിൻ്റെ തീം എന്താണ്? ട്രൂ ഫ്രണ്ട്ഷിപ്പ്, ട്രൂ റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് ഓർ ലാസ്റ്റ് ഈവൻ ആഫ്റ്റർ എ ഗ്രേറ്റ് ഫൈറ്റ്. വലിയൊരു ഫൈറ്റ് നടന്നാലും വലിയൊരു പ്രശ്നം സംഭവിച്ചാലും യഥാർത്ഥത്തിലുള്ള സുഹൃത്ത് ബന്ധം നിലനിൽക്കുക തന്നെ ചെയ്യും. ഓക്കെ, താങ്ക് യു.